ലവ് പീസ് ആൻഡ് ജോയ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് എഗെയിൻ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഇതേ നമ്മളൊരു കുർബാനക്ക് പോണേണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് തോന്നുന്നത് മാർത്തോമ കുർബാനക്ക് പോകുന്നത്. എനിക്ക് ഓർമ്മയില്ല അങ്ങനെ പോയതായിട്ട്. അപ്പോൾ ഇന്ന് ആൻറ്റി രാവിലെ വിളിച്ചിട്ട് പറഞ്ഞ് 10 o'clock മെസ്സേജ് ചെയ്ത് 10 o'clock മാസം ഉണ്ട്. തൊട്ടടുത്താണ് നമ്മുടെ ഇവിടെ അടുത്തൊരു സെയിൻറ്റ് മാർട്ടിൻ സെയിൻറ്റ് മാർട്ടിൻ എന്ന് പറഞ്ഞൊരു ചേർച്ച് ഉണ്ട്. അപ്പോൾ അത് ഇങ്ങനെ ഇതേപോലെ സ്ഥിരമായിട്ട് അവിടെ ഹോളി മാസം ഉണ്ടാവാറില്ല. പല പല കമ്മ്യൂണിറ്റിയിലെ ആൾക്കാർ പ്രാർത്ഥിക്കുന്ന ഒരു ചേർച്ചാണ്. അപ്പോൾ എന്തായാലും ഞങ്ങൾ അങ്ങോട്ട് പോണേണ് അല്ലേ ചേച്ചിമ്മ? എസ്പോയുടെ കോസ്റ്റ്യൂം കാണിക്കട്ടെ മമ്മി. അപ്പോൾ ഞാൻ എടുത്തേക്കുന്നത് ഫ്രോക്കാണ്. അയ്യോ കാണിക്കാൻ പറ്റൂലല്ലേ ചേച്ചിമ്മ? ഓക്കെ പിന്നെ കാണിക്കാം. അപ്പോൾ എന്തായാലും യെസ് നമുക്ക് പള്ളിയിൽ പോവാം. ക്രിസ്മസ് കരോളൊക്കെ ഉണ്ട്. അറിയാൻ പാടില്ല ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്ന്. ഷൂട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ ഷൂട്ട് ചെയ്യും. ലെറ്റ്സ് ഗോ. നമ്മളുടെ വീടിൻ്റെ തൊട്ടടുത്താണേ. അധികം ഒരു 3 minutes ഉള്ളൂ നടക്കാൻ അല്ലേ ചുമ്മാ? ഇപ്പം തന്നെ എത്തും. 2 minutes 3 minutes വാക്കുള്ളൂ. 2 minutes ഉള്ളൂ തോന്നുന്നു ശരിക്കും പറഞ്ഞാൽ. എപ്പോഴും കുർബാനുള്ള ചേർച്ചായിരുന്നെങ്കിൽ വേഗം ഓടി ഓടി പോകാമായിരുന്നു. എനിക്ക് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യണം അതാണ് കേട്ടോ. നമ്മുടെ നാട്ടിലെ പോലെ എല്ലാ ദിവസവും കുർബാനയില്ല. സൺഡേ മാത്രമേ ഉള്ളൂ ഇവിടെ ഹോളി മാസ് ഞങ്ങൾ പോകുന്ന ചേർച്ചിൽ. വേറെ ദിവസം ഉണ്ടാകുന്ന അറിയില്ല. സൺഡേ മാത്രമേ ഉള്ളൂ. അത് ഞാൻ വെബ്സൈറ്റിലൊക്കെ നോക്കിയപ്പോൾ അങ്ങനെ കണ്ടേക്കണത്. ഇന്നെന്തായാലും സാറ്റർഡേയും കൂടി പോകാം. ആണ് നമ്മളുടെ ചേർച്ചിൻ്റെ എൻട്രൻസ് ആണിത്. അതേപോലെ നല്ല ലൈറ്റ്സ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ചേർച്ചിൻ്റെ ഉള്ളിൽ. പിന്നെ അതെ ഇത് ഹോളി മാസ് കഴിഞ്ഞിട്ട് അച്ഛനെല്ലാവരും വിഷ് ചെയ്യുന്നതാണ്. ക്രിസ്മസ് കരോൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സീനാണിത്. എല്ലാവർക്കും തന്നെ അവരൊരു പേപ്പർ വന്നിട്ടുണ്ടായിരുന്നു ഈ സോങ്സ് ഒക്കെ ഉള്ള ക്രിസ്മസ് കരോൾ സോങ്സ്. അപ്പോൾ ജെസ്പോയി ഇവിടെ സൈലന്റ് നൈറ്റ് പാടാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കണ കേട്ടോ. കുളിരും
പ്രീനു അങ്കിളുടെ ആൻറ്റിയുടെ ഡോട്ടർ ഇല്ലോയാണ്, നമ്മളുടെ സണ്ണി അങ്കിളുടെ മോളി ആൻറ്റിയുടെ സനലിൻ്റെ വൈഫ്. അപ്പോൾ പ്രീനു എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഈ സമയത്തെല്ലാം. ഈ ക്രിസ്മസ് കരോളുടെ സോങ്സൊക്കെ നല്ല ട്രെൻഡിങ് സോങ്സ് ആയിരുന്നു. പിന്നെ ഹോളി കമ്മ്യൂണിയൻ ഉണ്ടായിരുന്ന എല്ലാ ഫാമിലിക്കും ഒരു ബോക്സ് ചോക്ലേറ്റ്സ് ആണ് കൊടുത്തത്. ഞങ്ങൾക്കും കിട്ടിയിട്ടാ. അതിന് സന്തോഷത്തിലാണ് ജസ്റ്റ് പോയി. അതെ, ഇതാണ് ഞാൻ എപ്പോഴും പറയുന്ന എൻ്റെ ആൻറ്റി. യെസ്, കുറെ നാളെ കാണിക്കണമെന്ന് വിചാരിക്കണത് അല്ലേ ആൻറ്റിയുടെ. ഇതാണ് പ്രീനു. ജസ്റ്റ് പോയതേ വഴി നിന്നിട്ട് കമ്പായിട്ടാണ് ഞങ്ങൾ പോണത്. എന്തെങ്കിലും ആർട്ട് വർക്ക് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ അല്ലേ അച്ചു? ജസ്റ്റ് പോയി എടുത്തേക്കണം. നല്ല വലിയത്. ഇവിടെ നല്ല മഴയാണ്, ഒരു രക്ഷയില്ല. ഇപ്പൊ ജസ്റ്റ് ഒന്ന് മഴ കുറഞ്ഞപ്പോൾ ഞങ്ങൾ വേഗം ഇറങ്ങിയതാ ഹോളിൽ നിന്ന്. എന്തൊരു ബ്ലെസ്സഡ് ഡേ ആണെന്ന് അറിയോ. ശരിക്കും പറഞ്ഞാൽ എനിക്ക് എൻ്റെ ലൈഫിൽ എനിക്ക് തോന്നുന്നത് ഫസ്റ്റ് ടൈമാണ് ഞാൻ കുർബാനക്ക് മാർത്തോമ ഹോളി കമ്മ്യൂണിയന് പോകുന്നത് കേട്ടോ. നമ്മളുടെ രീതികൾ ഭയങ്കര ഡിഫറെൻ്റ് ആണ്. നമ്മുടെ ഒരു റോമൻ കാത്തലിക് മാസിൻ്റെ ആയിട്ടുള്ള നല്ല ഡിഫറൻസ് ഉണ്ട്. പക്ഷേ ഞാൻ സിറിയൻ മാസിനൊക്കെ പോകുമായിരുന്നു നാട്ടിൽ വെച്ചിട്ട്. നമ്മളുടെ വീടിൻ്റെ അടുത്ത് 10 പീസ് പള്ളിയുണ്ട്. അവിടെ മമ്മി സ്ഥിരം ഞങ്ങളെ കൊണ്ടുപോകുന്നത്. ഞാനും ഷിനോയും ചെറുപ്പത്തിലേക്ക് അവിടെയാണ് കൂടുതൽ പോയേക്കുന്നത്. അതുകൊണ്ട് എനിക്ക് സിറിയൻ മാസം തന്നെ അറിയാം. ഈ ഒരു മാസ് ഈവൻ തോ എനിക്ക് പറയാനോ പ്രാർത്ഥിക്കാനോ ഒന്നും അറിയില്ലെങ്കിൽ പോലും, ഐ മീൻ അവർ പാടുന്ന പാട്ടോ ഒന്നും അറിയില്ല, പക്ഷേ വി വർ യുണൈറ്റഡ് ഇൻ ക്രൈസ്റ്റ്. ലൈക്ക് നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റുമായിരുന്നു. ശരിക്കും ഞാൻ നന്നായിട്ട് പ്രാർത്ഥിച്ചെന്ന് പറയാം എന്നിരുന്ന്. ജസ്പോയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അത് ഫോളോ ചെയ്യാൻ. അവനെ പറഞ്ഞിട്ട് കാര്യമില്ല, അവൻ ടോട്ടലി ചെറുതുമാണ്, അവനെ ഒന്നും മനസ്സിലാവുന്നുമില്ല. കുറച്ച് ഡിഫറെൻ്റ് ആണ്, സിറിയൻ ലാംഗ്വേജ് ഒക്കെ ഉണ്ട് അതിനകത്ത്. പക്ഷേ എനിക്ക് പേഴ്സണലി റിയലി ഹാഡ് എ ഗ്രേറ്റ് ടൈം, ബ്ലെസ്സഡ് ടൈം. അപ്പോൾ സ്പെഷ്യൽ താങ്ക്സ് ടു മോളി ആൻറ്റി. ഞാൻ മോളി ആൻറ്റിനെ കാണിച്ചില്ലേ, അതാണ് ഞങ്ങളുടെ വീട്ടിലെ ഓണർ. അങ്കിളിനെ കാണിച്ചിട്ടില്ല. അങ്കിളിനെ നെക്സ്റ്റ് ടൈം ഒരു പ്രാവശ്യം കഴിഞ്ഞാൽ അവരെല്ലാവരെയും കാണിക്കാം കേട്ടോ. അങ്കിള്, സണ്ണി അങ്കിള്, അതേപോലെ മോളി ആൻറ്റി, അവരുടെ 2 മക്കൾ, പിന്നെ അവർ രണ്ടുപേരും കല്യാണം കഴിച്ചതാണ്. അപ്പോൾ എല്ലാവരും എൻ്റയർ ഫാമിലിനെ നമുക്ക് ഒരു ദിവസം വിളിക്കുന്നുണ്ട് നമ്മുടെ വീട്ടിലോട്ട്. അപ്പോൾ അവരെല്ലാവരെയും കാണിക്കാം. ദേ ആർ ജസ്റ്റ് ലൈക്ക് ആ ഫാമിലി. അത്രയും സ്നേഹമാണ് നമ്മളോട് അവർക്ക് കേട്ടോ. അപ്പോൾ എന്തായാലും ദേ വന്നിരിക്കുകയാണേ. നല്ല ടയേർഡായി. ഇവിടെ ഓൾമോസ്റ്റ് ഇപ്പോൾ 3 മണി ആയിട്ടുണ്ട്. ഞങ്ങൾ 10 മണിക്ക് പോയതാണ്. അത്രയും വലിയൊരു സെലിബ്രേഷൻ ആയിരുന്നു. ഷോർട്ട് സർവീസാണെന്നാണ് അച്ഛൻ പറഞ്ഞത്. സാധാരണ ഒരു 2 hours മേലിലെടുക്കും എന്നാണ് തോന്നുന്നത് ഇവരുടെ ഹോളി മാസ്. പക്ഷെ ഇന്നിപ്പോൾ ഷോർട്ട് സർവീസാണെന്ന് പറഞ്ഞിട്ട് ഇത്ര നേരം പോയി. എന്തായാലും എനിക്ക് ഭയങ്കര സന്തോഷമായി. അടുത്ത് തന്നെയുമായിരുന്നു, അധികം ദൂരത്തോടൊന്നും പോകാനുണ്ടായിരുന്നില്ല. എനിവേ നല്ല ഫുഡും കഴിച്ചു. നല്ല ഫുഡായിരുന്നു, നാടൻ ഫുഡ്. നമ്മുടെ മോരുചാറും ക്യാബേജ്, പിന്നെ ബീൻസ്, മീൻകറി, നല്ല മീൻകറി, പിന്നെ ബീഫ് റോസ്റ്റ്, അടിപൊളി. പിന്നെ അവസാനം ഒരു പായസവും. ഞാൻ ശരിക്കും കഴിച്ചിട്ടുണ്ട് ഇപ്പോൾ ഫുഡ്. കുഴപ്പമുണ്ടാവില്ലായിരിക്കും. എനിവേ ദാറ്റ് വാസ് എ വണ്ടർഫുൾ ഡേ. എനിക്ക് തോന്നുന്നു ഇന്നത്തെ വ്ളോഗ് മാസിൽ മെയിൻ ഹൈലൈറ്റ് ഇതാണ്. ഞാൻ പിന്നെ നമ്മളുടെ ക്രിസ്മസ് ട്രീ ഫുൾ സെറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ, ലൈറ്റ്സ് നമ്മൾ ഓൾറെഡി പ്ലേസ് ചെയ്തിട്ടുണ്ട്. നല്ല രസമുണ്ടാകും ലൈറ്റ്. വൈറ്റ് കളർ ലൈറ്റ് ആണെങ്കിലും നല്ല ബ്രൈറ്റ് ആണ്. അപ്പോൾ റൂമിൽ വേറെ ലൈറ്റ്സ് ഒന്നും ഇടാതെ അത് മാത്രം ഇട്ടിട്ട് ഞങ്ങൾ ഇന്നലെ രാത്രി ഇവിടെ ഇരുന്നേച്ച്. അപ്പോൾ നല്ലൊരു ഫീലായിരുന്നു കേട്ടോ. ഫൈനലി ക്രിസ്മസ് ട്രീ സെറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ. ഇനി അഡീഷണലി എന്തെങ്കിലും ഉണ്ടാവും തോന്നുന്നില്ല. ഇത്ര മതി. ഈ പ്രാവശ്യം നമുക്ക് ഇങ്ങനെ പോട്ടെ. ശരിക്കും എനിക്കിഷ്ടം റിബൺസൊക്കെ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യണതാണ്. കുറേ ക്രിസ്മസ് ബോൾസ് പല പല സൈസിലേക്ക് വെച്ചിട്ട് ചെയ്യാനാണ്. പിന്നെ കുറച്ചും കൂടി കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള ക്രിസ്മസ് ട്രീ ആയിക്കോട്ടെ എന്ന് ഞാൻ വിചാരിച്ച്. ബട്ട് ഐ തിങ്ക് ഇറ്റ്സ് പ്രിറ്റി. ഐ ഷോ യു. ഞാൻ ആ ക്രിസ്മസ് ട്രീൻ്റെ ലൈറ്റിലാണ് നിൽക്കുന്നത് കേട്ടോ. ഞാൻ കാണിച്ചു തരാം ക്രിസ്മസ് ട്രീ. യെസ്, കൊള്ളാമല്ലേ? ഞാൻ ഈ ലൈറ്റ് ഇട്ടിട്ട് കാണിച്ചു തരാം. ഇപ്പോൾ ഇത് ലൈറ്റ് ഇല്ലെങ്കിൽ ഈ ഒരു വെളിച്ചമാണ്. അപ്പുറത്തെ റൂമിൽ ലൈറ്റ് ഉണ്ട്, അതും കൂടി ഓഫ് ചെയ്താൽ ഈ ക്രിസ്മസ് ട്രീ മാത്രമേ ഇതിന് ബ്രൈറ്റ് ആയിട്ട് നിൽക്കും. കൊള്ളാം അല്ലേ? ഞാൻ ഈ ബാക്ക് ക്യാമറയിൽ കാണിച്ചു തരാം.
നമ്മളുടെ ഈ റൂമിൽ ലൈറ്റിൽ ആണെങ്കിൽ ഇങ്ങനത്തെ ഒരു വ്യൂ ആണ്. ക്രിസ്മസ് ബോൾസ് ഒക്കെ ഞാനൊരു 3-4 ഒരുമിച്ചാണ് ടൈ ചെയ്തേക്കുന്നത്, കുറച്ച് ഒന്നിങ്ങനെ തിക്കായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ വേറെ നമ്മുടെ ക്രിസ്മസ് ഏഞ്ചൽസും സ്നോ ഫ്ലേക്സും തന്നെയാണ്. ബാക്കി അഡീഷണലി വാങ്ങിച്ചേക്കുന്നത് ഈ റിബണും പിന്നെ ക്രിസ്മസ് ബോൾസുമാണ്. ഇത് കഴിഞ്ഞ വർഷം തുടങ്ങിയുള്ളതാണ് നമ്മുടെ കൂടെ, പക്ഷെ നല്ല ഭംഗിയുള്ള ഒരു ബോയാണത്. ഇനി ഞാൻ ഫുൾ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് വിത്തൗട്ട് എനി ലൈറ്റ്സ്. റൂമിലെ എല്ലാ ലൈറ്റ്സും ഓഫാണ്, ഒൺലി ക്രിസ്മസ് ട്രീയുടെ ലൈറ്റ്. ഇനി നമ്മുടെ ബാക്കിലുള്ള വിൻഡോ ഈ ഒരു ഷീൽഡ് ഓപ്പൺ ചെയ്താൽ മൊത്തത്തിൽ ഇങ്ങനെ ഇരിക്കും. യെസ്. ഇനി ആ ടേബിളിൽ നമുക്ക് കുറച്ച് ക്രിസ്മസ് ഡെക്കറൊക്കെ ചെയ്യാനുണ്ട്. ആ ടേബിളിൽ കുറച്ച് ബോട്ടിൽ ആർട്ടും പിന്നെ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ഒന്ന് അഡീഷണലി ആഡ് ചെയ്യണം. ഇന്നത്തെ പരിപാടി ഇതാണ് തീർന്നേക്കുന്നത് കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും കമൻറ്റ് ഡൗൺ ചെയ്യണം എങ്ങനെയുണ്ട് നമ്മുടെ ക്രിസ്മസ് ട്രീ. അതേപോലെ നമ്മുടെ വിൻഡോയിൽ സ്നോ ഫ്ലേക്സ് ഇനിയും കുറച്ചും കൂടി ഒട്ടിക്കാനുണ്ട്. ചെറിയ സ്നോ ഫ്ലേക്സും കൂടി ഉണ്ടാക്കിയിട്ട് ഒട്ടിക്കണം. പിന്നെ ചിലപ്പോൾ ആ മുകളിൽ എന്തെങ്കിലും ഹാങ് ചെയ്യും. ഇന്നത്തെ വ്ളോഗ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാനാണ്. എനിക്കറിയാം ഇന്ന് പ്രത്യേകിച്ച് ക്രാഫ്റ്റ് ഒന്നും ചെയ്തില്ല, ബിക്കോസ് ഒരു 3 മണി വരെ നമ്മൾ പുറത്തായിരുന്നു. ചേർച്ചിലും പോയി, അവിടുത്തെ ക്രിസ്മസ് സെലിബ്രേഷൻ നല്ല രസമായിരുന്നു, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. അപ്പോൾ ആ ഒരു ഫീലിൽ പിന്നെ കുറച്ച് നേരം ഇങ്ങനെ കിടന്നേച്ച് ഞാൻ പിന്നെ അതേ ഈ ക്രിസ്മസ് ട്രീ സെറ്റ് ചെയ്യാനുള്ളതൊക്കെ സെറ്റ് ചെയ്ത് ബാക്കി എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത് ഇപ്പോൾ അതേ ഫുഡ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ ആൻഡ് ഹോപ്പ് യു ലൈക്ക് അവർ ക്രിസ്മസ് ട്രീ. യെസ്, വൈറ്റ് ലൈറ്റാണ്, എനിക്ക് ശരിക്കും യെല്ലോ ആണ് ഇഷ്ടം, ബട്ട് ഇറ്റ്സ് ഗുഡ് ഐ തിങ്ക്. So thank you so much for watching, guys. Please do comment down your thoughts. Keep watching. Thanks for supporting. See you next time. Bye bye. God bless.